പ്രശാന്തേട്ടാ, മുൻകാലങ്ങളെ പോലെയല്ല ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ അതിർത്തി വളരെ സുരക്ഷിതമാക്കി വയ്ക്കുവാനുള്ള രീതിയുമായാണ് മുന്നോട്ട് പോകുന്നത്. അത്തരം പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി തന്നെ മോദി സർക്കാർ വന്നതിന് ശേഷം നാം കാണുന്നത്. ഇപ്പോൾ എന്തായാലും അതിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ചില ഡ്രോണുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഡ്രോണുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഈയിടയ്ക്കും ഡ്രോണുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. അത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടാണ്. ബംഗ്ലാദേശ് ചില ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തിയിൽ വിന്യസിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. അങ്ങനെ ഇതെല്ലാമായി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ബംഗ്ലാദേശിൽ നിരന്തരം വിഷയങ്ങളാണല്ലോ. ബംഗ്ലാദേശിലെ വിഷയങ്ങൾ എന്ന് പറയുമ്പം വിഷയങ്ങളാണെങ്കിലും പട്ടിണിയാണെങ്കിലും നിരന്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര വിഷയങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബംഗ്ലാദേശിലെ വിഷയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയില്ലെങ്കിലും ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് നമ്മളുടെ ശത്രുക്കൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി പ്രധാനമായിട്ടുള്ളത് ഈ തീവ്ര ഗ്രൂപ്പുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. അപ്പം ഇതിനകത്ത് ആരുടെയൊക്കെയോ അജണ്ടയാണല്ലോ ബംഗ്ലാദേശിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. അപ്പം ആരുടെയൊക്കെ അജണ്ട അതിനകത്തൊരു അല്ലെങ്കിൽ അജണ്ടയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ. ഒരുപക്ഷെ ഇതുവരെ ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടാവത്തില്ല. ആ അജണ്ടയുടെ ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ ആൾക്കാരെ അവിടെ അവരോധിക്കുക എന്നുള്ളത് നടന്നിട്ടുണ്ടാവും. പക്ഷെ അവരെ ഉപയോഗിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നതിനോ അത് നമ്മൾക്കെതിരെയാണ് ഈ അജണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്കെതിരെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ ആക്രോശങ്ങൾ മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ അതിർത്തിയിൽ സേനാവിന്യാസം നടത്തുന്നു. ഈ തുർക്കി ഒരു വലിയ ശല്യക്കാരനാണ്. തുർക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. അതിന് മുമ്പ് തുർക്കിയുടെ ചില ആളില്ല ഡ്രോണുകൾ നമ്മുടെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വാർത്തയിലും അല്ലെങ്കിൽ അതിനകത്ത് വാസ്തവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എവിടം വരെ കടന്നു കയറുന്നു അല്ലെങ്കിൽ ഇത് എന്തിനാണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ഏറ്റവും സുഹൃത്തെന്ന് പറയുന്ന രാജ്യമാണല്ലോ ഇസ്രായേലിനെ പറ്റി അറിയാം. ഇസ്രായേൽ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ആവശ്യപ്പെടാതെ പോലും നമ്മുടെ അന്നേരെ ഓടിയെത്തുന്ന ഒരു സമീപനമുള്ള രാജ്യം. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ ഒരുപക്ഷെ നമുക്ക് അത്രയും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യങ്ങളല്ല. കാരണം ആവശ്യത്തിന് ഏറ്റവും ആദ്യം നമ്മളെക്കാട്ടിൽ മുമ്പേ ഉപകരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പം നമുക്ക് അറിയാമല്ലോ, പാകിസ്ഥാനുമായിട്ട് നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ അഭിനന്ദ് വർത്തമാൻ എന്ന് പറയുന്ന നാവികനെ പിടിച്ചു വെച്ചപ്പോൾ രാത്രിയിൽ ഇസ്രായേലിന്റെ മൊത്തം അല്ലെങ്കിൽ വിമാനങ്ങളും മറ്റേതും മറിച്ചും പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ കൂടുതൽ അതിന് വേണ്ട പിറ്റേന്ന് യുദ്ധമാണെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിൽ തയ്യാറെടുപ്പോടുകൂടി നിന്ന് അതുകൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ തയ്യാറെടുപ്പുകളും ഒക്കെ കണ്ടാണ് മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി പിന്മാറുന്ന ഒരവസ്ഥ വന്നത്. അപ്പൊ ഇപ്പം ഇത് വന്നപ്പോഴും നമുക്ക് ആ ഡ്രോണുകളുണ്ട്. പക്ഷെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഡ്രോണുകൾ ഇപ്പം ഇസ്രായേൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഇതിന്റെ ഭാഗം, അതായത് ഈ ഹെറോൺ MK2 ഡ്രോണുകളാണ്. ഈ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 35,000 അടി ഉയരത്തിൽ പറക്കാൻ പറ്റും. 40 മണിക്കൂർ നിരന്തരം പറക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? 40 മണിക്കൂർ നിരന്തരം പറക്കാൻ പറ്റുന്ന ഒരു ഫ്ലൈയിൽ തന്നെ 40 മണിക്കൂർ നിരീക്ഷിക്കാം. ആ സമയം തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ഇൻഫർമേഷൻസ് കൈമാറാം. പിന്നെ മിസൈലുകൾക്ക് അല്ലെങ്കിൽ സാധാരണ ഈ വെടിവെച്ചിടുന്ന അതിനകത്തേക്ക് അതിജീവിച്ച് പറക്കാം. അപ്പൊ ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും, അതുപോലെ 500 കിലോ വരെ ഭാരം വഹിച്ചുകൊണ്ട് പറക്കാം. അപ്പം ഏറ്റവും ആധുനികമായിട്ടുള്ള മറ്റ് ഈ പറയുന്ന മിസൈലുകൾക്കോ അല്ലെങ്കിൽ വെടിവെച്ചിടാനോ ഒക്കെയുള്ള സംവിധാനത്തെ മറികടന്ന് ഏത് സാഹചര്യത്തിലും നിരീക്ഷണം നടത്തുന്നതിനും ഏത് നീക്കങ്ങളും ഈ പ്രശ്നമുള്ള സിഗ്നലുകൾ പെട്ടെന്ന് കണ്ടെത്തി അത് നമുക്ക് കൈമാറുന്നതിനും ഒക്കെ. അപ്പം നമ്മളുടെ അതിർത്തിയിൽ നമ്മുടെ ശത്രു രാജ്യം എന്തെങ്കിലും രീതിയിൽ നമുക്കെതിരെ നമ്മുടെ അതിർത്തിയിൽ കടന്നു കയറുന്നതിനോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നാൽ കൃത്യമായി നിരീക്ഷിച്ച് ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് തുർക്കിക്കാരൻ കൊടുത്ത ഡ്രോണിനെ അല്ലെങ്കിൽ അതിന്റെ കാര്യശേഷിയും അതിന്റെ വ്യാപ്തിയും ഒക്കെ ഈ ഡ്രോണിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന പോലെ തന്നെ ഇസ്രായേലിന്റെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ ബംഗ്ലാദേശ് നമ്മളെ ഒരു ആക്രമണം നടത്തുന്ന ഒരുപക്ഷെ ബംഗ്ലാദേശിൽ നിന്നൊരു ആക്രമണമായിരിക്കും. അതിനി ഒരു രാജ്യത്തിന്റെ ആക്രമണമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്ത് ഇപ്പൊ അത് രാജ്യം ഭരിക്കുന്നത് തീവ്ര ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ഈ രാഷ്ട്രവാദികൾ. ഈ മതരാഷ്ട്രവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ തീവ്രവാദികൾ. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ആശയം ഇവരുടെ ആശയം ഒന്ന് തന്നെയാണ്. അപ്പൊ അവർക്ക് ഈ രാജ്യം നാളെക്കാലം നന്നായി പോകണമെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു അറ്റാക്കിന് വേറെ രാജ്യത്തോട് നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥയിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞിട്ട് ഇന്ത്യ കയറി ആക്രമിക്കുന്നു ബംഗ്ലാദേശിൽ. അപ്പൊ ആ രീതിയിലൊന്നും നിൽക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് കരുതി നിന്നേ മതിയാവത്തുള്ളൂ. കാരണം നമ്മൾക്ക് നഷ്ടപ്പെടാൻ ഒത്തിരി ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ തന്ത്രപ്രധാനമായ ഏതെങ്കിലും ഒരു ചെറിയ മേഖലയാണെങ്കിലും അത്രയും നഷ്ടം നമുക്ക് വരത്തില്ലേ. പിന്നെ അതിന്റെ പുറകിൽ നിൽക്കുന്നതിനും അല്ലെങ്കിൽ അതിനെ തിരിച്ചടി കൊടുക്കുന്നതിനും എല്ലാ രീതിയിലും കുഴപ്പങ്ങളാണ്. നമുക്ക് നഷ്ടപ്പെടാൻ ഒത്തിരി ഉണ്ട്. രാജ്യത്തെ തന്നെ നശിപ്പിക്കാനാണ് അവിടുത്തെ മന്ത്രിയുടെ ലക്ഷ്യം. കാരണം ചൈന വിചാരിച്ചിട്ട് ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യമൊന്നും ലോകത്തെ ഒരു രാജ്യം വിചാരിച്ചാലും നമ്മളെ അല്ലെങ്കിൽ പെട്ടെന്ന് കീഴ്പ്പെടുത്താനോ ഒന്നും നടക്കത്തില്ല. കാരണം സൈന്യ ശക്തിയിൽ ആദ്യത്തെ 7 രാജ്യങ്ങൾക്കകത്ത് 3 4 ഒക്കെ വരുന്ന രാജ്യം. അപ്പൊ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങൾ, പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഈ ലോകത്തറിയാവുന്ന ഈ വിമാനങ്ങളും അല്ലെങ്കിൽ യുദ്ധ സന്നാഹങ്ങളും ഒക്കെ അറിയാവുന്ന ഒഴിച്ച് നമ്മുടെ കയ്യിൽ എന്തൊക്കെ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന് പോലും ലോകത്തിന് അറിയത്തില്ല. അപ്പൊ അത്രയ്ക്ക് ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത് വിജയിക്കുമെന്നുള്ളതല്ല. ഇന്ത്യയോട് ഇപ്പൊ പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും ആക്രമിക്കാൻ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ അതിന് ഫണ്ടിങ് കിട്ടും. അവർക്ക് യുദ്ധം ഈ പറയുന്നത് പോലെ യുദ്ധം കൊണ്ട് പട്ടിണി മാറി കിട്ടും. പാകിസ്ഥാനിൽ ഇപ്പം ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ട് ഏതെല്ലാം രാജ്യങ്ങൾ രഹസ്യമായിട്ട് അവർക്ക് ഫണ്ട് കൊടുക്കുമെന്നറിയോ? കാരണം പട്ടിണി നടക്കുക. അപ്പൊ അവർക്കൊരു യുദ്ധം നടത്തുന്നതുകൊണ്ട് ജയിക്കുന്നത് നോക്കുന്നല്ലേ, യുദ്ധം തുടങ്ങിക്കൊടുത്താൽ മതി. കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കുറയ്ക്കാനൊക്കെ. അപ്പൊ അതിനുവേണ്ടി ഫണ്ടിങ് വരും. അത് ഈ പറയുന്ന പോലെ പല രാജ്യങ്ങളുടെ ഉണ്ട്. അതിനുവേണ്ടി പാകിസ്ഥാൻ കുറെ കാലങ്ങളായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് നമുക്ക് രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ട്. അത് തന്നെ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബംഗ്ലാദേശിനൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ ബംഗ്ലാദേശിനെ ഈ രീതിയിൽ ഉരുത്തിരിച്ചത് ഏറ്റവും വലിയ നമ്മുടെ അതിർത്തി രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിട 14,000 കിലോമീറ്റർ അതിർത്തി ഉണ്ടല്ലോ. ഈ അതിർത്തികൾ നമ്മൾ ഇത്രയും സുഹൃത്ത് രാജ്യമായിട്ട് നമ്മൾ ആ അതിർത്തി അത്രയും സംരക്ഷിച്ചു പോകുന്നില്ല. ഇപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായിട്ടും നമുക്കിനി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മ്യാൻമറിൽ നമ്മൾ കെട്ടിയടച്ചല്ലോ. നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും 16 കിലോമീറ്റർ വരെ കയറി ഇറങ്ങും. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അതിർത്തി അവിടെ സുരക്ഷിതമാക്കി. കാരണം അവിടെ തീവ്ര ഗ്രൂപ്പുകളുടെ വളർച്ച കൂടി ഇങ്ങോട്ട് കയറി തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് അപകടകരമായ രീതിയിലേക്ക് പല കാര്യങ്ങളും മ്യാൻമറിൽ നിന്ന് ഈ അതിർത്തി സംസ്ഥാനങ്ങൾ മണിപ്പൂർ പോലെയും അല്ലെങ്കിൽ അരുണാചൽ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളാണ്. അവരുടെ കടന്നുകയറ്റം അവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ ബംഗ്ലാദേശിന്റെ ഇപ്പൊ വളരെ കൂടുതൽ അതിർത്തിയുണ്ട്. 4000 കിലോമീറ്റർ ഉണ്ട്. ഈ 4000 കിലോമീറ്റർ നേരത്തെ ഇത് അവിടുന്ന് അതുകൊണ്ടായി ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് കയറി ഇവിടെ ഉണ്ടാകുന്നു. ഇപ്പൊ ബംഗ്ലാദേശിൽ തന്നെ 2.5 കോടി ഗവൺമെന്റ് കണക്കിനകത്തുണ്ട്, അനൗദ്യോഗികമായിട്ട് കണ്ടവരുണ്ട്. അപ്പൊ അതിനുള്ള മാർഗമുണ്ട്. ഇപ്പൊ ഇനിയിപ്പം അതിർത്തി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ കൂടുതൽ താല്പര്യമെടുക്കും. കാരണം പഴയതുപോലെയല്ല. ഇനിയും കയറാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. മാത്രം അതിർത്തി കൃത്യമായിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ അവിടെ പട്ടാളത്തെ അതിൽ കൂടുതലായിട്ട് വിന്യസിക്കും. പട്ടാളം എന്തായാലും ഉണ്ടാവണം, പക്ഷെ സജീവമായിട്ട് കൂടുതൽ പട്ടാളക്കാരെ അവിടെ നമുക്ക് ഇടേണ്ടി വരും. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളീ പറയുന്നത് ബംഗ്ലാദേശ് നമ്മളെ ആക്രമിച്ചാലോ ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്തുന്നതിന് ഇന്ത്യക്ക് 1 2 ദിവസം പോലും വേണ്ട. കാരണം അത്രയ്ക്കുള്ള പട്ടാളവും അത്രയ്ക്കുള്ള സംവിധാനമേ ഉള്ളൂ. പക്ഷേ അതല്ലല്ലോ ബംഗ്ലാദേശിനെ ഉദ്ദേശിക്കുന്നത്. ബംഗ്ലാദേശ് നമ്മളെ അടിക്കാൻ വരുന്നതോ അല്ലെ ബംഗ്ലാദേശ് അടിക്കുമെന്ന് പറയുന്നതോ അത് ബംഗ്ലാദേശിന്റെ രാജ്യത്തിന്റെ ഒരു സുരക്ഷിതമായ നല്ല രീതിയിൽ പോകുന്ന ഒരു രാജ്യത്തിന്റെ വർത്തമാനമല്ലല്ലോ. ഇപ്പം അവിടെ താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന യൂനസിന്റെ കെയർ ഓഫിലുള്ള യൂനസ് താൽക്കാലമായിട്ട് അടുത്ത ഇലക്ഷൻ വരെയുള്ള പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവര് ചില പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗമായിട്ട് വന്നതാ. ആ താല്പര്യത്തിന് ആരുടെ ഭാഗമാണോ അവരുടെ താല്പര്യം നമ്മൾക്കെതിരാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അതിന്റെ റിപ്പോർട്ടുകളുണ്ട്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് ഒരു പരിധിവരെ നമ്മുടെ ഇടപെടലുണ്ട്. ഇപ്പൊ അരിക്കൻ ആർമി എന്ന് പറയുന്ന ആർമി അവിടെ കയറിയതിനകത്ത് ഇന്ത്യയുടെ ഇടപെടലുണ്ടെന്ന് പറഞ്ഞ ആക്ഷേപമുണ്ട്. അപ്പൊ ഇതിനൊക്കെ വ്യക്തതയില്ലെങ്കിൽ ഇന്ത്യക്ക് അതിനകത്തും ഈ മാതിരി കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്കൊരു വലിയ സംവിധാനവും രഹസ്യാന്വേഷണ വിഭാഗവും ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ ഉള്ളത്. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ഭാഗം സുരക്ഷിതമാക്കി പറ്റിയോ. അപ്പൊ നമ്മളുടെ ഭാഗം ഈ പറയുന്ന പോലെ ഏത് അവസ്ഥ വരുമ്പോഴും യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുഴപ്പങ്ങൾ വരുമ്പോൾ പാകിസ്ഥാനിലൊക്കെ ഈ പണ്ട് യുദ്ധം നമ്മുടെ ഏറ്റവും അവസാനത്തെ യുദ്ധം ഉണ്ടായിരുന്നല്ലോ പാകിസ്ഥാനുമായിട്ട്, ഇതിനും ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ യുദ്ധം ജയിക്കാൻ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തെന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇസ്രായേൽ സഹായിച്ചല്ലോ. ഇപ്പൊ അതുപോലെ ഏത് വിഷയത്തിലും നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ
ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നതും കൃത്യമായിട്ട് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ദൃഢമാണ്. അതൊരു പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ ബന്ധത്തിന് വളരെ ആഴത്തിലായിട്ടുണ്ട്. അപ്പം നമ്മളുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ നിരീക്ഷണം ശക്തമാക്കുന്നതിനും ഇന്ത്യയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേകിച്ചും ബംഗ്ലാദേശിൻ്റെ ഈ വിഷയം വന്നപ്പോഴത്തേനും ഡ്രോണുകളുടെ ആവശ്യത്തിനായി ഏറ്റവും ആധുനിക ആയിട്ടുള്ള ഡ്രോണുകളാണ് ഹെറോൺ MK2 എന്ന് പറയുന്ന ഡ്രോണുകൾ. അത് നമ്മൾ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഏത് സമയവും അത് ഉപയോഗിച്ച് നിരീക്ഷണങ്ങളും സംവിധാനങ്ങളും ഒക്കെ തുടങ്ങാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.